കൈക്കടിച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവും അല്ലേ? നമുക്കൊന്ന് കൈക്കടിച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സിമ്പിളായിട്ടാണ്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കിടുക്കാച്ചി ബുള്ളറ്റിൻ്റെ വീഡിയോ ഉണ്ടാകും. 1996 മോഡൽ ബുള്ളറ്റാണ്. 350cc ആണ്. 26 വർഷം പഴക്കമുള്ളൊരു ബുള്ളറ്റാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ കണ്ടീഷൻ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ മോശം കണ്ടീഷനിലായിരുന്നു ഈ വണ്ടി. ഈ വണ്ടി പണിതെടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം കണ്ടീഷനുള്ള വണ്ടി മറ്റൊരാളുടെ വണ്ടിയായിരുന്നു. ഇവൻ്റെ ഒരു കസിൻ്റെ വണ്ടിയായിരുന്നു. കസിന് ഇവന് വണ്ടി കൊടുത്തു കഴിഞ്ഞിട്ട് ഇവനോട് പറഞ്ഞത് പണിതെടുത്ത് റെഡിയാക്കാൻ പറഞ്ഞു. ഇവൻ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഈ വണ്ടി ഉണ്ടാകും പണിത് ഈ ഒരു കണ്ടീഷനിലോട്ട് ആക്കിയെടുത്തു. അപ്പോൾ ഈ ഒരു വണ്ടിയും എന്തൊക്കെയാണ് ചെയ്തിട്ടെന്നുള്ളത് നോക്കാം. അതേപോലെ ഇതിനൊക്കെ ചെയ്തതിന് എന്തൊക്കെ ആയി, എത്ര രൂപയായി, പിന്നെ ഇതിൻ്റെ ഉള്ള സ്പെയർ കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് വാങ്ങിച്ചത്, മറ്റുള്ള എല്ലാ കാര്യങ്ങളൊക്കെ അക്ഷയനോട് ചോദിച്ചറിയാം. അപ്പോൾ ഇതാണ് അക്ഷയ്. അക്ഷയ്, അപ്പോൾ ഈ ഒരു വണ്ടി എങ്ങനെയാണ് കയ്യിലെത്തിയത്? ഇത് എൻ്റെ കസിൻ എന്ന് പറഞ്ഞത് ആള് ഗൾഫിലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വേറെ കുറച്ച് വണ്ടിയുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് പുള്ളി എനിക്ക് തന്ന് ആൾക്കൂടെ പണിയാനുള്ള കുറച്ച് വർക്ക്ഷോപ്പ് കറക്റ്റ് അറിയില്ലായിരുന്നു ആൾക്ക്. ആൾ വീട് ഇരിഞ്ഞാൽക്കൂടെയാണ്. പിന്നെ എൻ്റെ കയ്യിൽ തന്ന് ആൾ ഗൾഫിൽ പോയി. അതിന് ശേഷം പണിതാണിത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ മുന്നത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം കണ്ടീഷനായിരുന്നു. അതെ, ആൾക്ക് ഈ പഴയ മോഡൽ ബുള്ളറ്റ് ഭയങ്കര ഒരു ക്രേസ് ആയതുകൊണ്ട് ഒരു 90 രൂപയ്ക്ക് എടുത്തത്. അതെ അല്ലേ? അതിനുള്ള വണ്ടി ഉണ്ടായിരുന്നില്ല. 90 വണ്ടി ഉണ്ടായിരുന്നില്ല. ഇച്ചിരി മോശം കണ്ടീഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് ടോട്ടൽ മൊത്തം 123 വന്നിട്ടുണ്ട് കറക്റ്റ്. ഇതിപ്പോൾ പണിത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ടോട്ടൽ 123 വന്നിട്ടുണ്ട്. പണി മാത്രം അല്ലേ? ഈ ഒരു ബുള്ളറ്റ് പണിതത് എവിടെയാണ്? പണിത് വെള്ളാങ്കല്ലൂരാണ് ഫസ്റ്റ് ഇത് കൊണ്ടുപോയി ചെയ്തല്ലേ? ഏതായാലും ഇക്കയുടെ പേര് ഫസിലല്ലേ? ഫസിലിക്ക എന്ന് പറഞ്ഞ ആളുടെ അടുത്താണ് ഈ ഒരു വണ്ടി പണിതത്. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ എത്ര രൂപയുണ്ട്? പെയിൻറ്റിങ് ഒരു 15 രൂപ വന്നിട്ടുണ്ട്. പെയിൻറ്റിങ് അവിടെ തന്നെയാണ് ചെയ്തല്ലേ? ഈ മുന്നത്തെ ബുള്ളറ്റിൻ്റെ കളർ ഈ സെയിം തന്നെയായിരുന്നു? അത് എടുത്തപ്പോൾ ഈ കളർ തന്നെയായിരുന്നു. പിന്നെ പുള്ളിക്ക് ഈ കളർ തന്നെ ഇഷ്ടമായിരുന്നു. വേറൊരു ബുള്ളറ്റിനെ ഫോട്ടോ അയച്ചു തന്നു. ഇത് റെഡ്, ചെറിയ റെഡ് അല്ലേ? ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്? പിന്നെ കൂടുതലും ഈ പറഞ്ഞ പോലെ നമ്മുടെ കസിൻ്റെ ഇഷ്ടത്തിന് പണിതേക്കുന്നതാണത്. ഈ ടാങ്ക് ആൾക്ക് വലിയ ടാങ്ക് വെക്കണം എന്ന് പറഞ്ഞു. പഴയ മോഡലിൻ്റെ ടാങ്ക് അല്ല, അത് ഇത്തിരി കൂടി ചെറുതായിരിക്കും. വലിയ ടാങ്കാണ് വെക്കാൻ പറഞ്ഞേക്കുന്നത്. പിന്നെ അതങ്ങനെ വെച്ചിട്ടുണ്ട്. ഹാൻഡിൽ നമ്മൾ പഴയ പണ്ടത്തേന് തന്നെ ഒരു പിൻഗാമി സ്റ്റൈൽ അങ്ങനത്തെ ഒരു ഹാൻഡിലാണ് പറഞ്ഞേക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാൻഡിൽ ഇടിക്കും, ഇവിടെ മുട്ടും അല്ലേ? മുട്ടും. അതുകൊണ്ടാണ് ഇത് വെച്ചേക്കണത്. ഇനിയിപ്പോൾ വലിയ ഹാൻഡിൽ എങ്ങനെയെങ്കിലും വെട്ടിക്കുക എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം. പിന്നെ ഫുൾ പ്ലേറ്റിങ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലെ മഡ് ഗാർഡ്, ഇത് സൈലൻസർ, ആ ബെൻഡൊക്കെ പ്ലേറ്റ് ചെയ്ത് ഫുള്ള്. പിന്നെ ബഫിങ്, പിന്നെ ക്രാങ്ക് വെയിറ്റ് കൂട്ടിയിട്ടുണ്ട്. അതൊരു 10 കിലോളം ക്രാങ്ക് വെയിറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ടോട്ടല് മാറിയിട്ടുണ്ട്. ആകെയുള്ളത് ആ റിങ് മാത്രമേ പഴയതുള്ളൂ. സൈഡ് ഡോർ മാത്രമേ പഴയതുള്ളൂ അല്ലേ? പിന്നെ മിക്കവരും ചോദിക്കാറുണ്ട് ഈ ഇതിങ്ങനെ പണിതിട്, ഇങ്ങനെ പഴയ ബുള്ളറ്റൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പണിതെടുക്കാനൊക്കെ പറ്റുമെന്ന് മിക്കവരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ഉദാഹരണമാണ് അക്ഷയ്. ആ ഒരു പഴയ ഒരു ബുള്ളറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് ഈ ഒരു രീതിയിൽ പണിതെടുത്ത് അതൊരു കഴിവ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പറയാതിരിക്കാനായിട്ട് പറ്റില്ല. പണിതെടുക്കണതിന് കുഴപ്പമൊന്നുമില്ല. പണിത് കഴിഞ്ഞിട്ട് അത് മെയിൻ്റെനൻസ് ചെയ്യാന്ന് വെച്ചാൽ ഇത്തിരി കൂടുതൽ നമ്മൾ സ്വന്തം റിസ്കി തന്നെയാണ്. രീതിയിൽ തന്നെ നമ്മൾ അത് കെയർ ചെയ്ത് കൊച്ചിനെ പരിപാലിക്കുന്ന ആ രീതിയിൽ തന്നെ ഇതിനെ മെയിൻ്റെനൻസ് ചെയ്തെടുക്കണം അല്ലേ? കാരണം എല്ലാ ദിവസവും തുടക്കുകയൊക്കെ ചെയ്യില്ലേ വണ്ടി? അതെ, നമ്മൾ അത് ഫുള്ള് മൂടിയിട്ടേക്ക്. പിന്നെ ഇതെന്താ പ്രശ്നം തന്നെയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ ബഫിങ് ഒക്കെ മിക്കവരുടെയും പോകും. ഈ ഒരു തിളക്കം കിട്ടൂല. അത് വേറെ ഒന്നുമല്ല, നമ്മൾ ഈ മഴയത്തോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ അടിച്ച് വണ്ടി അവിടെ ആ വെള്ളം ഒരു ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധാരണ മങ്ങിപ്പോവും. നമ്മളത് രാത്രി എന്തായാലും അത് കവർ ചെയ്തിടും. പിന്നെ വണ്ടി എടുക്കണ നേരത്ത് അത് മാറ്റുള്ളൂ. പിന്നെ വെള്ളമൊക്കെ ഇടുന്ന കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കവർ ചെയ്യുമ്പോൾ വണ്ടി മൊത്തത്തിൽ കവർ ചെയ്തിടും അല്ലേ? കവർ ചെയ്തിടും അല്ലേ? അങ്ങനെ ചെയ്യുന്നത്. പിന്നെ മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ പ്ലേറ്റിംഗ് ഉള്ളിടത്തൊക്കെ ഒരു ഓയിൽ തേച്ച് വെക്കാം. അതെന്തോ ഓയിൽ തേക്കുന്നത്? ട്യൂട്ടി ഓയിൽ. അങ്ങനെ ഓയിൽ തേച്ച് കഴിഞ്ഞാൽ ബൈക്കിൽ വെക്കുന്ന ഓയിൽ. അപ്പോൾ വേറെ തുരുമ്പും കാര്യങ്ങളൊന്നും വരില്ല. കയറൂല. ഓക്കെ. മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഡീസൽ വാഷ് ചെയ്ത് മഴ സമയത്ത് എന്തായാലും നമ്മൾ ഒരു കാര്യമില്ല, പുറത്തേക്ക് എടുക്കണം. അന്നേരത്ത് ഈ പ്ലേറ്റിംഗ് ഉള്ളതൊക്കെ ഒന്ന് ഓയിൽ തേച്ച് വെക്കാം. അങ്ങനെയാണ് മിക്കവരും ചെയ്യാറ്. പിന്നെ അക്ഷയ്, മിക്കവരും ചോദിക്കാറുണ്ട് ഈ പ്ലേറ്റിങ് കാര്യങ്ങളൊക്കെ എവിടെയാണ് ചെയ്തതെന്ന് ചോദിക്കാറുണ്ട്. മിക്കവരും ഈ വാട്സപ്പിൽ കാര്യങ്ങളൊക്കെ ഈ മെസ്സേജ് ചോദിക്കാറുണ്ട്. പ്ലേറ്റിംഗ് ഒക്കെ എവിടെയാണ് ചെയ്തതെന്ന്? പ്ലേറ്റിംഗ് നമ്മൾ ഫുള്ളായിട്ട് ടിക്കറ്റ് എടുത്ത് കൊടുത്ത് കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത്. അവിടെ വേറെ കുറേ വണ്ടികളുള്ള പ്ലേറ്റ് ചെയ്യണവർ വന്ന് എടുത്ത് കൊണ്ടുപോകും.
കൊണ്ടുപോയി ഫുള്ള് സാധനങ്ങൾ അവര് കൊണ്ടുപോയിട്ട് പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണല്ലേ, എന്നിട്ട് കേക്ക് കൊടുക്കണം വേണ്ടി ഈ സാധനങ്ങളൊക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ഫസ്റ്റ് ചെയ്ത് നമ്മൾ എഞ്ചിൻ ഫുൾ അഴിച്ച് ഫുള്ള് പണിയാണ് ചെയ്തത്. അതെന്തുകൊണ്ടാണത്? അതെന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ ഈ പുറമേയുള്ള ഭംഗിയൊക്കെ ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് എഞ്ചിൻ എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ പ്ലേറ്റും കാര്യങ്ങളൊക്കെ പോവും. പിന്നെ ഈ ഒരു കണ്ടീഷൻ സമയത്ത് പിന്നെ കൊണ്ടുപോയി വർഷാപ്പിൽ കൊണ്ട് കഴിക്കുമ്പോൾ ഇതിന്റെ ഭംഗിക്കും തന്നെ മോശം ഫുള്ള് കമ്പനിയിൽ നടക്കണ പോലെ ഫുൾ പണിത് എഞ്ചിനൊക്കെ പക്കയാണ്. ഇപ്പോൾ ഒരു 1500 കിലോമീറ്റർ ഓടണം. നിലവിൽ 1500 കിലോമീറ്റർ ഓടണം, ഓടിയിട്ട് വേണം അടുത്ത് ട്യൂണിങ് ചെയ്യാൻ. ട്യൂണിങ് ആയിട്ട് ഇറക്കിയിട്ട് കുറച്ചാളായിട്ടുള്ളൂ. ഫുൾ പണിത് ഇറക്കിയേക്കണം, A to Z പണിതേക്കണം. പിന്നെ ഈ സീറ്റിന്റെ ഈ ബീഡിയും കാര്യങ്ങളൊക്കെ, സീറ്റും ഈ പറഞ്ഞ പോലെ ആ ചേട്ടൻ്റെ അങ്ങനത്തെ ഈ ഒരു ടൈപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബീഡിങ് കൊടുത്ത് ഈ ഒരു ഹൈറ്റിൽ അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ച. അതൊക്കെ ഇക്കയുടെ എയറോബിൽ തന്നെയാണ് ചെയ്തത്? അതെ അതെ, ഇക്കയുടെ അവിടെ അടുത്ത് തന്നെയുള്ള കട വെള്ളാങ്കല്ലൂർ തന്നെയാണല്ലേ. മിക്കവരും ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ബീഡിയും കാര്യങ്ങളൊക്കെ എവിടെയാണ് ചെയ്യണേന്നുള്ളത്. സീറ്റ് പല രീതിയിൽ അടിച്ചു കൊടുക്കുന്നു. അവിടെ ഹൈറ്റ് ഉള്ളതുണ്ട്, ഹൈറ്റ് കുറവിനുണ്ട്, അങ്ങനെ വേണമെങ്കിൽ അടിച്ചു തരും. ഇതൊക്കെ പുള്ളി നമ്മുടെ കസിന് അത് ഈ ടൈപ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തേക്കുന്നതാണ്. ആ ബീഡിങ് കൊടുത്ത്. ഇതിന്റെ സ്പെയർ കാര്യങ്ങളൊക്കെ എവിടെ നമുക്ക് കിട്ടാം? ഇപ്പൊ എല്ലാ സ്പെയറും കിട്ടണ്ട പഴയ ബുള്ളറ്റിന്റെ ഒക്കെ? സ്പെയറൊക്കെ നമുക്ക് എന്തായാലും കിട്ടും. അത് ഇവിടെ കൊടുങ്ങല്ലൂർ ഷോപ്പിൽ നിന്നായാലും കിട്ടും, ഒറിജിനലൊക്കെ കിട്ടും, കോയമ്പത്തൂരിൽ നിന്ന് കിട്ടും. ഇതിൽ മഡ്ഗാർഡ് ഇപ്പോൾ ഒറിജിനൽ, അത് ഇക്കയുടെ ഷോപ്പിൽ നിന്ന്. അതിന്റെ മൺകാട് ഒറിജിനൽ മൺകാടാണല്ലേ? അത് തട്ടിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നല്ല കട്ടിയുണ്ട്, അങ്ങനെയില്ല അത്രയും കട്ടി ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഒറിജിനലാണ്. സ്പെയറുകളൊക്കെ കിട്ടും, ഓൺലൈൻ വഴി ആയാലും കിട്ടും, കോയമ്പത്തൂരിൽ നിന്ന് എടുക്കാം, അല്ലെ ഇവിടെ ഷോപ്പുകളിൽ നിന്ന് കിട്ടും. പിന്നെ ഈ അലോയ് വീലൊക്കെ ഇപ്പൊ നിലവിൽ മാർക്കറ്റിൽ കിട്ടും, ഈ പഴയ മോഡൽ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് കിട്ടും. 2500 3000 ആ റേഞ്ചിന് കിട്ടുമല്ലോ. 2500 3000 ആ റേഞ്ചിനൊക്കെ അലോയ് വീല് കിട്ടുമല്ലേ? സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വാങ്ങാൻ കിട്ടുമല്ലോ. പട്ടാളത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ഇതിന്റെ മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സംഭവം? ഇപ്പോഴത്തെ കണ്ടീഷനിൽ പെട്രോളിന് കാശ് കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇത് കൊണ്ടെടുക്കാൻ പറ്റുമോ ഈ വണ്ടിയൊക്കെ? ഇങ്ങനത്തെ വണ്ടികൾ എന്തായാലും നമ്മൾ മൈലേജ് വെച്ച് നോക്കിയിട്ട് കൊണ്ടെടുക്കാൻ പറ്റൂല. നമുക്കൊരു ഇഷ്ടത്തിന് ആ ഒരു പാഷന്റെ പുറത്ത് കൊണ്ടുനടക്കാന്നുള്ളൂ. ഇതിന്റെ മൈലേജ് ഇപ്പൊ ഈ ഒരു പണി കഴിഞ്ഞാൽ ഫുൾ പണി കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ടില്ല. അടുത്ത ട്യൂണിംഗ് ഒക്കെ ഒരു 1500 കിലോമീറ്റർ കഴിഞ്ഞാൽ ആ ട്യൂണിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം നോക്കാനായിട്ട്. ഇപ്പൊ എനിക്കൊരു 87 മോഡൽ വണ്ടി ഉണ്ട്. അതിനെന്ന് പറഞ്ഞാൽ ഹൈവേയിലാണെങ്കിൽ ഗിയർ ഒന്ന് ചേഞ്ച് ചെയ്യാണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു 55 അത് കിട്ടും. അത് ഞാൻ നോക്കിയേക്കുന്നതാണ്, ആവറേജ് കിട്ടും. പക്ഷെ അത് എല്ലായിടത്തും പറ്റൂല. ഗിയറൊക്കെ ചേഞ്ച് ചെയ്ത് എൻ്റെ ഇവിടുത്തുള്ള ഈ ഒരു വഴിയൊക്കെയാണ്, ഇടവഴിയും കയറ്റമൊക്കെ ആണെങ്കിൽ 28 35 ആ റേഞ്ച് കിട്ടുമല്ലേ? ആ ഒരു വഴിയുടെ ഇതൊക്കെ നോക്കിയിട്ട് കിട്ടുള്ളൂ, ഓടിക്കണേൻ്റെ അല്ലേ? അങ്ങനെയൊക്കെ നോക്കിയിട്ട് കിട്ടുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് 26 വർഷം പഴക്കമുള്ള നമ്മുടെ ബുള്ളറ്റിൻ്റെ സൗണ്ട് നമുക്കൊന്ന് കേട്ടോ. അക്ഷയ സൗണ്ട് ഒന്ന് കേട്ടാലോ നമുക്ക്? അക്ഷയ് ഇത് കൈക്കടിച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവും അല്ലേ? നമുക്കൊന്ന് കൈക്കടിച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സിമ്പിളായിട്ടാണ്.
ആക്കി കഴിഞ്ഞിട്ട് പോലീസുകാരെ വെഹിക്കിളിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. കണ്ടിട്ടുണ്ട് പോലീസുകാർ, പക്ഷേ പ്രശ്നമൊന്നും വന്നിട്ടില്ല. അന്ന് പക്ഷേ മിററൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ വേറൊരു മിറർ വയ്ക്കാൻ വേണ്ടിയിട്ട് വരിക. പിന്നെ സൈലൻസർ ക്രാങ്ക് വെയിറ്റ് ഒക്കെ കൂട്ടിയാൽ ഇത്തിരി സൗണ്ട് കൂടുതലാണ് അല്ലേ? സൗണ്ട് കൂടുതലാണ്. ഓടി സെറ്റായി കഴിയുമ്പോൾ അത് മാറും. എന്നാലും അവർ പിടിക്കണമെങ്കിൽ പഴയ സൈലൻസറാണ് സാറേ എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റും അല്ലേ? സൈലൻസർ ആയതുകൊണ്ട്, പഴയ വണ്ടിയുമായുള്ള സൈലൻസർ ആയതുകൊണ്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റിയിരിക്കും. പക്ഷേ വെഹിക്കിൾമാർ കണ്ടു കഴിഞ്ഞാൽ മിക്ക ദിവസങ്ങൾ വെഹിക്കിൾമാർ ചെക്കിങ് ചെയ്യുമ്പോൾ പഴയ ബുള്ളറ്റ് അല്ലെങ്കിൽ ബുള്ളറ്റ് കണ്ടു കഴിഞ്ഞാൽ അവർ ന്യൂട്രാക്കിയിട്ട് ആക്സിലേറ്റർ കൊടുത്ത് സൗണ്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ചാർജ് ചെയ്ത് വിടുന്നുണ്ട്. 3000 ഒക്കെ ചാർജ് ചെയ്ത് വിടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് വെഹിക്കിൾമാർ എന്തെങ്കിലും കണ്ടോ എന്നുള്ളത്. ചെയ്തിട്ടുള്ളൂ. ഇനി വെഹിക്കിൾമാർ പിടിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു കണ്ടീഷനിൽ സൈലൻസറിൻ്റെ സൗണ്ട് ആയിട്ട് അവർ പഴയ ബുള്ളറ്റാണോ പുതിയ ബുള്ളറ്റാണോ നോക്കൂലെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ പോലീസുകാരുടെ ഭാഗത്തുനിന്നൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അക്ഷയ്, അപ്പോൾ ഇതേപോലത്തെ ബുള്ളറ്റ് പഴയ മോഡൽ ബുള്ളറ്റൊക്കെ തന്നു കഴിഞ്ഞാൽ അക്ഷയ് ഇതേപോലെയൊക്കെ ചെയ്ത് റെഡിയാക്കി തരുമോ? ഓക്കെ ഓക്കെ. അപ്പോൾ വലിയ പൈസ ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഓക്കെ ഓക്കെ. അപ്പോൾ ആൾക്കാർ പറഞ്ഞ ആ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കും അല്ലേ? അപ്പോൾ മച്ചാന്മാരെ, നിങ്ങളുടെ കയ്യിൽ പഴയ ബുള്ളറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അക്ഷയുടെ നമ്പർ നമ്മൾ റിസപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ അക്ഷയനെ വിളിച്ച് കഴിഞ്ഞാൽ വലിയ വെച്ചാൽ അത്ര പൈസ അല്ല, എന്നാലും പൈസ വരും, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ കാര്യങ്ങൾ ചെയ്ത് ബുള്ളറ്റ് ഈ ഒരു കണ്ടീഷനിലാക്കി തരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബുള്ളറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും.